Question number 3, module number 2 with the first question. A hexagonal prism of base edge 25 mm and height 60 mm is resting on one of its base edges on HP. Draw its projection if the rectangular face carrying that base edge is inclined 35 degree to HP and the base edge at which it is resting is inclined 40 degree to VP. ഇവിടെ ഹെക്സഗണൽ പ്രിസം ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. ആദ്യം നമ്മൾ ഈ പ്രോബ്ലം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റെസ്റ്റിംഗ് ഓൺ എഡ്ജ് ആണോ കോർണർ ആണോ എന്നാണ്. ഇവിടെ തന്നിരിക്കുന്നു റെസ്റ്റിംഗ് ഓൺ വൺ ഓഫ് ഇറ്റ്സ് ബേസ് എഡ്ജസ് ഓൺ എച്ച് പി, അതായത് എച്ച് പിയിൽ എഡ്ജിൽ റെസ്റ്റ് ചെയ്യുന്നതാണ് പ്രോബ്ലം. അതുകൊണ്ട് എഡ്ജ് എക്സ് വൈ ലൈനിൽ താഴെയായിട്ട് ആ എഡ്ജ് റൈറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ ഫസ്റ്റ് എക്സ് വരയ്ക്കുന്നു. ഇതേ രീതിയിൽ തന്നെ എക്സ് വരയ്ക്കണം. എഡ്ജ് പാരലായിട്ട് വരയ്ക്കരുത്. അത് റെസ്റ്റിംഗ് ഓൺ കോർണർ എന്ന് വരുമ്പോഴാണ് എഡ്ജ് എക്സ് വൈ ലൈന് പെർപെൻഡിക്കുലറായിട്ട് ഫസ്റ്റ് എഡ്ജ് ഈ എഡ്ജ് വരച്ചതിന് ശേഷം 120 ഡിഗ്രി എടുത്ത് എക്സ് കംപ്ലീറ്റ് ചെയ്യാം. ഇനി അതിൻ്റെ നെയിമിങ് ചെയ്യുക. ടോപ്പ് ബേസ് എ ബി സി ഡി, ബോട്ടം ബേസ് 1 2 3 4 5 6 ആണ് കൊടുത്തത്. ടോപ്പ് ബേസ് എ ബി സി ഡി വിസിബിൾ, 1 2 3 4 5 ഇൻവിസിബിൾ. ഫ്രണ്ട് വ്യൂ കംപ്ലീറ്റ് ചെയ്യാം. നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജ് തന്നിരിക്കുന്നത് എച്ച് പിയിൽ റെസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലം ആയതുകൊണ്ട് അടുത്തത് എച്ച് പി ആയിട്ടുള്ള ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ ചേഞ്ച് നോക്കണം. അതിവിടെ തന്നിരിക്കുന്നു. റെക്റ്റാങ്കുലാർ ഫേസ് കേരിയിങ് ദാറ്റ് ബേസ് എഡ്ജ്, അതായത് റെസ്റ്റ് ചെയ്യുന്ന എഡ്ജ് ഇത് കണ്ടെയ്ൻ ചെയ്യുന്ന റെക്റ്റാങ്കുലാർ ഫേസ്, ദാറ്റ് മീൻസ് ഈ ഫേസ് എഡ്ജ്, അതായത് നമുക്കിവിടെ നമ്മൾ കൊടുത്തിരിക്കുന്നത് 5 4 E D ആണ്. ഓക്കെ, 5 4 D E ആണ് നമ്മുടെ റെക്റ്റാങ്കുലർ ഫേസ്. അതായത് 5 4 T E ഈ ലൈൻ, അതായത് ഇവിടെ കാണുന്ന ഈ ലൈൻ 35 ഡിഗ്രി ഇൻക്ലൈൻ ടു എച്ച് പി എന്നാണ് തന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ ഒരു പോയിന്റ് എടുക്കുക. 35 ഡിഗ്രി ലൈൻ, ഈ ലൈൻ വരച്ചതിന് ശേഷം ഈ ആംഗിൾ 90 ഡിഗ്രി, കാരണം ഇത് 90 ഡിഗ്രിയാണ്. അങ്ങനെ ഈ റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്യുക. റെക്റ്റാങ്കിൾ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അതിന് താഴോട്ടേക്ക് പ്രൊജക്റ്റ് ചെയ്യുക. പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ സെക്കൻഡ് ടോപ്പ് വ്യൂ കിട്ടും. നെക്സ്റ്റ് സ്റ്റേജ് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജിൽ വിത്ത് റെസ്പെക്ട് ടു വി പി ആയിട്ടുള്ള ചേഞ്ചാണ് നമ്മൾ നോക്കേണ്ടത്. ഇവിടെയാണ് അപ്പാരൻ്റ് ആംഗിൾ വരുന്നത്. അപ്പാരൻ്റ് ആംഗിൾ വരുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഒന്ന് നോക്കാം. നെക്സ്റ്റ് സ്റ്റേജിൽ തന്നിരിക്കുന്നത് ദ ബേസ് എഡ്ജ് അറ്റ് വിച്ച് ഇറ്റ് ഈസ് റെസ്റ്റിംഗ് ഇൻക്ലൈൻ 40 ഡിഗ്രി ടു വി പി, അതായത് ഈ റെസ്റ്റ് ചെയ്തിരിക്കുന്ന എഡ്ജ് ഇത് നമ്മൾ പെർപെൻഡിക്കുലറായിട്ടാണ് ആദ്യം എടുത്തിരിക്കുന്നത്. സിമ്പിൾ പൊസിഷനിൽ അങ്ങനെയാണ് എടുക്കേണ്ടത്. ഇനി അത് 40 ഡിഗ്രി ടു വി പി എന്ന് പ്രോബ്ലം തന്നു. അപ്പോൾ ഇവിടെ 40 ഡിഗ്രി എടുത്ത് ആദ്യം വരയ്ക്കരുത്. അത് തേർഡ് സ്റ്റേജിലേക്ക് വരുന്നതാണ്, അതായത് സെക്കൻഡ് റൊട്ടേഷനിൽ വരുന്നതാണ്. അങ്ങനെ ഈ 40 ഡിഗ്രി ലൈൻ വരയ്ക്കുക. വരയ്ക്കുമ്പോൾ അപ്പാരൻ്റ് ആംഗിൾ എടുക്കേണ്ട ആവശ്യമില്ല, കാരണം ആ ലൈൻ ട്രൂ ലെങ്ത് ആണ്, ട്രൂ ഇൻക്ലിനേഷൻ ആണ്. കാരണം ഈ എഡ്ജിൻ്റെ ലെങ്ത്ത് ഇവിടെ 25 ആണ്, ഇവിടെ എത്തുമ്പോഴും അത് 25 ആണ്. അതുകൊണ്ട് ട്രൂ ലെങ്ത് ആണ്, ലെങ്ത് ചേഞ്ച് ആവുന്നില്ല. നമുക്ക് 40 ഡിഗ്രി തന്നെ ലൈൻ വരയ്ക്കാം. അങ്ങനെ 40 ഡിഗ്രി ലൈൻ ഇവിടെ വരച്ചിട്ട് അതിലേക്ക് ഈ ഫിഗറിനെ മാറ്റി വരയ്ക്കുക. അതിൽ 5 2 4 2 മാർക്ക് ചെയ്യുക. അതിനുശേഷം ഈ പോയിൻറ്റ്സ് 3ഉം 6ഉം 2ഉം 1ഉം ഒക്കെ ഏതെങ്കിലും ഒരു മെത്തേഡിൽ, ഒന്നുകിൽ ഇതിനൊരു ബോക്സിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ബോക്സ് വരച്ചിട്ടോ, അല്ലെങ്കിൽ കോമ്പസ് യൂസ് ചെയ്ത് ആർക്ക് യൂസ് ചെയ്ത് കട്ട് ചെയ്തോ, ഏതെങ്കിലും ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഇതിനെ മാറ്റി വരയ്ക്കുക. മാറ്റി വരയ്ക്കുമ്പോൾ ഇതിൻ്റെയും സെക്കൻഡ് ടോപ്പ് വ്യൂയുടെയും ഈ മാറ്റി വരച്ചിരിക്കുന്ന തേർഡ് ടോപ്പ് വ്യൂയുടെയും സൈസും ഷേപ്പും സെയിം ആയിരിക്കണം. ഇനി ഈ തേർഡ് ടോപ്പ് വ്യൂവിൽ നിന്ന് ഫൈനൽ ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യണം. ഫൈനൽ ഫ്രണ്ട് വ്യൂ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊജക്ടേഴ്സ് മുകളിലോട്ടേക്ക് വരയ്ക്കുക. ഇവിടെ നിന്ന് ഹൊറിസോണ്ടൽ ലൈൻസും വരയ്ക്കുക. ഇവിടെ 3, ഇവിടെ 3 ഇവിടെ 3 കിട്ടും. ഓക്കെ, അങ്ങനെ ബാക്കിയുള്ള എല്ലാ പോയിൻറ്റ്സും ലൊക്കേറ്റ് ചെയ്ത് വരയ്ക്കുക. ഇവിടെ നിന്ന് വ്യൂ ചെയ്യുന്നതുകൊണ്ട് എ ബി സി ഡി ആണ് വിസിബിൾ, അതുകൊണ്ട് ഈ ലൈൻസൊക്കെ വിസിബിൾ ലൈൻ ആയിരിക്കും. ഇവിടെ ഇൻവിസിബിൾ ബേസ് എന്ന് പറയുന്നത് 1 2 3 4 ആണ്. അപ്പോൾ 1 2 3 4ൻ്റെ ബൗണ്ടറി ഒഴികെയുള്ള ഈ ലൈൻസ് ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാ ലൈൻസും ഡാഷ് ലൈൻ യൂസ് ചെയ്ത് വരയ്ക്കുക. ഇൻവിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്ന ഈ ലൈൻ വിസിബിൾ ആയിരിക്കും, ഇത് വിസിബിൾ ആയിരിക്കും. അതുപോലെ ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഈ ഡയറക്ഷനിലേക്കാണ് വ്യൂ ചെയ്യുന്നത്. എഗെയിൻ എ ബി സി ഡി ആണ് ഒബ്സർവർക്ക് നിയറായി കിടക്കുന്ന ബേസ്. എ ബി സി ഡി ഇ എഫ് ബേസ് എഡ്ജസ് വിസിബിൾ ആയിരിക്കും. 1 2 3 4 5 6 ഇൻവിസിബിൾ ബേസ് എഡ്ജസ് ആണ്, എക്സെപ്റ്റ് ഈ ബൗണ്ടറി. ഓക്കെ, ഇത് പോയിന്റ് കാണില്ല, കാരണം 2 ഡാഷ് ലൈൻ മീറ്റ് ചെയ്യുന്ന പോയിന്റ് ആണ്. അതുകൊണ്ട് അതിൽ കണക്ട് ചെയ്തിരിക്കുന്ന ഈ ലൈൻസും ഡാഷ് ലൈൻ ആയിരിക്കും. അല്ലെങ്കിൽ വിസിബിൾ ബേസിനെ ക്രോസ് ചെയ്യുന്ന ലൈൻസൊക്കെ ഇൻവിസിബിൾ ആണെന്ന് പഠിച്ച് വെച്ചാൽ മതി. അങ്ങനെ ഇത് കംപ്ലീറ്റ് ചെയ്യുക. ഡയമെൻഷൻ ചെയ്യേണ്ടത് 25 mm ബേസ് എഡ്ജ്, 60 ഹൈറ്റ്, ഫേസിൻ്റെ ഇൻക്ലിനേഷൻ 35 ഡിഗ്രി, ബേസ് എഡ്ജിൻ്റെ ഇൻക്ലിനേഷൻ വിത്ത് വി പി 40 ഡിഗ്രി. ഇനി നമുക്കിതിൻ്റെ ആൻസർ കീയിലേക്ക് നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്റ്റേജ് വരയ്ക്കുന്നതിന് 5 മാർക്സ്, ഡ്രോയിങ് ദ സിമ്പിൾ പൊസിഷൻ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ്. സെക്കൻഡ് സ്റ്റേജിന് 5, ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് ആഫ്റ്റർ ടിൽറ്റിംഗ് റെക്റ്റാങ്കുലർ ഫേസ് ടു എച്ച് പി 5 മാർക്സ്, അതായത് സെക്കൻഡ് സ്റ്റേജിന് 5 മാർക്സ്.
ഫൈനൽ ഫ്രണ്ട് ആൻഡ് ടോപ്പ് വ്യൂസ് 6 മാർക്സ്, പ്രോപ്പർ ഡയമെൻഷനിങ് 2 മാർക്സ്, ജനറൽ നീറ്റ്നെസ് 2 മാർക്സ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും ഈ ഒരു ആൻസർ കീയിൽ നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ്ങിന് ഇമ്പോർട്ടൻസ് കൂടുതലാണ്. 4 മാർക്കോളം നീറ്റ്നെസ് ആൻഡ് ഡയമെൻഷനിങ് വന്നിട്ടുണ്ട്.